അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അല്ലേ? നമ്മുടെ മക്കളൊക്കെ നല്ല രീതിയിൽ കളിച്ച് സന്തോഷിച്ച് ആടിപ്പാടി രസിക്കുന്ന ഒരു സമയമാണല്ലേ? അവർ നന്നായി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമസ്കാരത്തിന് ഇസ്ലാം എത്ര പ്രാധാന്യം നൽകുന്നത് നമുക്കറിയാലോ അല്ലേ? അതായത് 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കണമെന്നും പ്രായപൂർത്തിയായാലോ നിസ്കാരം നിർബന്ധവുമായി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത് ഒരു സമയമാണിത്. കാരണം നമ്മുടെ ഒപ്പം ചേർത്ത് നിന്ന് അവരെ അത് പരിശീലിപ്പിക്കാൻ പറ്റിയൊരു സമയമാണിത്. അതിലൊരിക്കലും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അതായത് ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ ആൺകുട്ടികളെ പള്ളിയിൽ ജമാഅത്തിന് കൊണ്ടുപോയി അത് ശീലിപ്പിക്കുകയും, അതുപോലെ തന്നെ ഉമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ പെൺകുട്ടികളെ ഒപ്പം നമസ്കരിപ്പിക്കുകയും, അതുപോലെ നിസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുകയും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയൊരു സമയമാണ്. കാരണം അവരെ നമ്മുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. മറ്റ് പഠനങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിലെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ മറ്റ് എന്തെങ്കിലും, ചില ആൾക്കാർ മ്യൂസിക് പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ വിടുന്നവരുണ്ടാവും, ചില ആൾക്കാർ മറ്റെന്തെങ്കിലും കോഴ്സുകൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. അത് നമ്മൾ മറന്നുകൂടാ. എന്തൊക്കെ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണമെങ്കിൽ അവർ നമസ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മതപഠനം, ദീനീ പഠനം തന്നെയാണ്. നമ്മൾ എന്തിനാണ് മതപഠനം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ആരെയെങ്കിലും ആക്രമിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരനെ ചതിക്കാനോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ അതായത് എല്ലാ തിന്മയിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മതപഠനം കൊടുക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു സമയമാണിത്. അപ്പോൾ പല രക്ഷിതാക്കളും ഈ ഒരു 2 മാസത്തിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. അങ്ങനെ അത് അവരുടെ ആവശ്യമാണ്, അവരുടെ ഇഷ്ടമാണ്. എന്നിരുന്നാലും അവർക്ക് ആകെ കിട്ടുന്ന ഈ ഒരു 2 മാസം അവർ കൂടുതലും എൻജോയ് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ അവരെ കൂടുതൽ നമ്മൾ ഈ രീതിയിൽ കൂടെ നിർത്തി പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നിലായിരിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ നമ്മൾ ടൂറും മറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ എല്ലാം ഈ 2 മാസം കൊണ്ടും നമ്മൾ എന്താ പറയുക, വെറുതെ നഷ്ടപ്പെടുത്തി കളയാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക. നമ്മുടെ മക്കൾ നമ്മുടെ നിധികളാണ്, മുത്തുകളാണ്. അപ്പോൾ അവർ നാളെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട നമ്മുടെ മക്കളാണ്. അത് മാത്രവുമല്ല, അവർക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ കാവലും വേണം. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ വഴിതെറ്റി പോവുകയാണ്. കാരണം എന്താണ്? അവർക്ക് നമസ്കാരമില്ല, മതബോധമില്ല. മതബോധം എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുക, തീവ്രവാദിയാക്കാനാണോ മതബോധം എന്ന് പറയുന്നതല്ല. അവർ എല്ലാവിധ മോശമായ പ്രവർത്തികളും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മതബോധം അല്ലെങ്കിൽ മതപഠനം നൽകുന്നത്. അത് കൊടുക്കാത്തതിൻ്റെ പോരായ്മയാണ് നമ്മുടെ കുട്ടികൾ യുക്തിവാദത്തിലേക്കും മറ്റ് മോശപ്പെട്ട ചിന്തകളിലൊക്കെ പോകാനുള്ള കാരണം. അതുകൊണ്ട് നമസ്കാരത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ, മാക്സിമം നല്ല രീതിയിൽ വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെ നിർബന്ധിച്ചും അടിച്ചും പിടിച്ചും ഒന്നും നമ്മൾ ദീന് പഠിപ്പിക്കാനും ശ്രമിക്കരുത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ദീന് പഠിക്കുമ്പോൾ അവർ ഉൾക്കൊണ്ട് മനസ്സറിഞ്ഞ് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അവരെ നമസ്കാരമുള്ളവരായി മാറ്റിയെടുക്കുവാനും നമ്മൾ പാരൻസ് ശ്രദ്ധിക്കുക. മറ്റ് വിദ്യാഭ്യാസങ്ങൾ നൽകുന്നതോടൊപ്പം ഈ 2 മാസം നമ്മുടെ കൂടെ നിർത്തി അവരെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.